ആകെ ചികിത്സയിൽ ഉള്ളത് 2,48,526 പേരാണ്. ഇന്ന് രോഗമുക്തരായത് 35,525 പേരാണ്. ഇന്ന് ചേർന്ന അവലോകന യോഗം കോവിഡ് വ്യാപനത്തിൽ കുറവ് വരുന്നതായിട്ടാണ് വിലയിരുത്തിയത്. പക്ഷേ ഒരു പൂർണ്ണമായും ആശ്വസിക്കാവുന്ന നിലയായിട്ടില്ല. ദൈനംദിനം രോഗവിമുക്തി നേടുന്നവരുടെ എണ്ണം രോഗികളാകുന്നവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് എന്നത് ആശ്വാസകരമാണ്. നിയന്ത്രണങ്ങളോട് പൊതുസമൂഹം ക്രിയാത്മകമായി പ്രതികരിച്ചതിൻ്റെ ഗുണഫലമാണ് രോഗവ്യാപനത്തിൽ കാണുന്ന ഈ കുറവ്. പക്ഷേ ജാഗ്രതയിൽ തരുമ്പം വീഴ്ച വരുത്താൻ പറ്റാത്ത സാഹചര്യം തുടരുകയാണ്. ആശുപത്രികളിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടില്ല. ICU ബെഡുകളിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ വെന്റിലേറ്ററുകളായിട്ടില്ല. ഇപ്പോൾ അനുഭവപ്പെടുന്ന ICU ബെഡുകളിൽ കുറച്ചുനാൾ വെന്റിലേറ്ററുകളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന തിരക്ക് കുറച്ചു നാളുകൾ കൂടി നീണ്ടു നിൽക്കുമെന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ കൂടുതൽ തിരക്കുണ്ടാകാതിരിക്കുക എന്നത് അനിവാര്യമാണ്. മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ട ഏറ്റവും പ്രധാന മുൻകരുതലാണത് എന്നത് ഓർക്കണം. വാക്സിൻ മുൻഗണനാ പട്ടികയിൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സിവിൽ സപ്ലൈസ്, സപ്ലൈകോ, ലീഗൽ മെട്രോളജി, സർക്കാർ പ്രസ്, ടെക്സ്റ്റ് ബുക്ക് അച്ചടി, പാസ്പോർട്ട് ഓഫീസ് ജീവനക്കാർ ഇവരെയെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. സെക്രട്ടേറിയറ്റില് ഈ മാസം 31 മുതൽ 50% ജീവനക്കാർ ഹാജരാവണം. നിയമസഭ നടക്കുന്നതിനാൽ ഇപ്പോൾ തന്നെ അണ്ടർ സെക്രട്ടറിമാർ മുതൽ മേലോട്ടുള്ളവരെല്ലാം സെക്രട്ടേറിയറ്റിലുണ്ടാവണം. ചകിരി മില്ലുകൾക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കാൻ അനുമതി നൽകും. വളം, കീടനാശിനി മുതലായവ വിൽക്കുന്ന കടകൾ ആഴ്ചയിൽ ഒരു ദിവസം പ്രവർത്തിക്കും. കോവിഡ് മൂലം മരണമടയുന്നവരുടെ മൃതദേഹങ്ങൾ മാറ്റുന്നതിലും സംസ്കരിക്കുന്നതിലും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. മരണമടയുന്നവരെ ഉടൻ തന്നെ വാർഡുകളിൽ നിന്ന് മാറ്റാൻ സംവിധാനമുണ്ടാക്കും. ടെക്നിക്കൽ സർവകലാശാലയിൽ അവസാന സെമസ്റ്റർ പരീക്ഷ ഓൺലൈനായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ യോഗം കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചിരുന്നു. ഓഫ്ലൈനായി പരീക്ഷ നടത്തുന്നതാണ് അഭികാമ്യം എന്നാണ് പൊതുവെ അവരുടെ അഭിപ്രായം. കോവിഡ് നിയന്ത്രണങ്ങൾ മാറിക്കഴിഞ്ഞാൽ ജൂൺ 15 പരീക്ഷകൾ ആരംഭിക്കാമെന്നാണ് വിസിമാരുടെ വിലയിരുത്തൽ.
അതനുസരിച്ച് പരീക്ഷ ആരംഭിക്കും. മത്സ്യബന്ധന തുറമുഖങ്ങളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും ഇന്ന് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അവയുടെ പ്രവർത്തനം സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാവരും ഇത് കൃത്യമായി പാലിക്കണം. കോവിഡ് പ്രതിരോധ സാമഗ്രികൾ പൊതുവിപണിയിൽ വിൽക്കുന്നതിന് വില നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. എന്നാൽ മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും കൂടിയ വിലക്ക് ഇവ വിൽക്കുന്നുവെന്ന പരാതി വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. ഇത്തരം നടപടികൾ കണ്ടെത്തുന്നതിനായി പ്രത്യേക സംഘം എല്ലാ ജില്ലകളിലും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഗുണനിലവാരമില്ലാത്ത കമ്പനികളുടെ പേരോ വിലയോ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത പൾസ് ഓക്സിമീറ്ററുകൾ വിപണിയിൽ നിന്ന് വാങ്ങാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ശരീരത്തിന്റെ ഓക്സിജൻ നില കൃത്യമായി മനസ്സിലാക്കേണ്ടത് കോവിഡ് രോഗികളുടെ സുരക്ഷിതത്വത്തിന് അനിവാര്യമാണ്. അപ്പോൾ ഗുണനിലവാരമുള്ള പൾസ് ഓക്സിമീറ്ററുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഗുണനിലവാരമില്ലാത്ത പൾസ് ഓക്സിമീറ്ററുകളാകുമ്പോൾ അവ നൽകുന്ന തെറ്റായ വിവരങ്ങൾ രോഗിയെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഗുണനിലവാരം പരിശോധിച്ച് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ കമ്പനികളുടെ പൾസ് ഓക്സിമീറ്ററുകൾ മാത്രമേ വാങ്ങാവൂ. ആ പട്ടിക പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഉടൻ പരസ്യപ്പെടുത്തും. ബ്ലാക്ക് ഫംഗസ് രോഗത്തിന്റെ ചികിത്സക്കാവശ്യമായ ആംഫോടെറിസിൻ ബി, ലൈപ്പോസോമൽ, ആംഫോടെറിസബിൻ ബി ഈ മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയുമോ എന്ന് വിദേശത്തുള്ള മലയാളി സംഘടനകളോട് ആരാഞ്ഞിട്ടുണ്ട്. അവ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുമായി നേരിട്ട് ബന്ധപ്പെട്ട് മരുന്നുകൾ ലഭ്യമാക്കാൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്താനും ആലോചിക്കുകയാണ്. വാക്സിനുകൾ ലഭിച്ചവർ അതിരുകടന്ന സുരക്ഷിത ബോധം കൊണ്ടു നടക്കാൻ പാടില്ല. വാക്സിനുകൾ പ്രതിരോധം നൽകുന്നുണ്ട്. രോഗം പിടിപെട്ടാൽ തന്നെ അതിന്റെ
പൂർണ്ണ സംരക്ഷണം നൽകും. എന്നാൽ അഴിമതി കാണിച്ചാൽ ഒരു തരത്തിലും സംരക്ഷിക്കില്ല. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഫയൽ തീർപ്പാക്കൽ പരിപാടി കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ 2 തവണ നടപ്പാക്കിയതാണ്. ഇത് സാധാരണ ഭരണക്രമത്തിന്റെ ഭാഗമായി തന്നെ നടപ്പാക്കണം. സങ്കടഹർജികൾ, പരാതികൾ എന്നിവ വ്യക്തിഗത പ്രശ്നങ്ങളാണെങ്കിലും അവ പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സംവിധാനത്തിലെ പോരായ്മകൾ എന്തൊക്കെയെന്നുകൂടി സെക്രട്ടറിമാർ വിശകലനം ചെയ്യാൻ മുൻകൈ എടുക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭരണപരിഷ്കരണവും നവീകരണവും തുടർ പ്രക്രിയയായി നടക്കേണ്ടതാണ്. ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടുകളിലെ ശുപാർശകൾ ഗൗരവമായി കണ്ട് നടപടികൾ വകുപ്പ് തലത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഓരോ സെക്രട്ടറിയും പരിശോധിക്കും. ഇത് ചീഫ് സെക്രട്ടറി തലത്തിൽ അവലോകനം ചെയ്യും. ഫയലുകളിലെ വിവരങ്ങൾ തൽപര കക്ഷികൾക്ക് ചോർത്തിക്കൊടുക്കുന്നത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഫയലിന് രഹസ്യ സ്വഭാവം വേണ്ടതുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. വിവരാവകാശ നിയമത്തിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ ഫയലിലെ വിവരങ്ങൾ ലഭ്യമാക്കാവൂ. PSC റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും പരമാവധി നിയമനങ്ങൾ നടത്താൻ കഴിയുന്ന രീതിയിൽ സ്ഥാനക്കയറ്റത്തിന് ഉദ്യോഗസ്ഥർ അർഹത നേടാത്ത സാഹചര്യത്തിൽ ഹയർ കേഡർ ഒഴിവുകൾ ഡി കേഡർ ചെയ്ത് റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്ന കേഡറിലെ ഒഴിവുകളായി കണക്കാക്കി റിപ്പോർട്ട് ചെയ്യാൻ ഫെബ്രുവരി 10 ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരുന്നു. ഈ കാര്യത്തിലെ പുരോഗതി പരിശോധിക്കും. ഈ കാര്യത്തിലെ റിട്ടയർമെന്റ് ഒഴിവുകൾ പുരോഗതി കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇവ കൃത്യമായി റിട്ടയർമെന്റ് ഒഴിവുകൾ നടന്നിട്ടുണ്ടോ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അത് ചീഫ് സെക്രട്ടറി പരിശോധിക്കും. ഇവ കൃത്യമായി ഇനിയും നടന്നിട്ടുണ്ടോ? PSCക്ക് വിടാത്ത നിയമനങ്ങൾ അത് ചീഫ് സെക്രട്ടറി പരിശോധിക്കും. PSCക്ക് വിടാൻ ഇനിയും സ്പെഷ്യൽ റൂളുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. PSCക്ക് വിടാത്ത നിയമനങ്ങൾ ഇതിലുള്ള പുരോഗതി PSCക്ക് വിടാൻ സ്പെഷ്യൽ റൂളുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഇതിലുള്ള പുരോഗതി സെക്രട്ടറിമാർ ചീഫ് സെക്രട്ടറി ദുരിതാശ്വാസ നിധി വിതരണത്തിൽ കാലതാമസം ഉണ്ടാകാൻ പാടില്ല. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടാകരുത് എന്ന് നിർദ്ദേശം നൽകി. പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുകയും പുരോഗതി എല്ലാ വർഷവും ജനങ്ങൾക്ക് മുന്നിൽ വെക്കുകയും ചെയ്യുന്ന രീതിയാണ് കഴിഞ്ഞ സർക്കാർ അവലംബിച്ചത്. ഈ സർക്കാരും അതേ രീതി തുടരും. പ്രധാന പ്രഖ്യാപനങ്ങളായ അതീവ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് സർക്കാർ ഓഫീസിൽ വരാതെ തന്നെ ലഭ്യമാക്കൽ, ഗാർഹിക ജോലിയിൽ ഏർപ്പെടുന്ന
സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കൽ, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും സേവനങ്ങളും മറ്റാവശ്യങ്ങളും അവരുടെ വീട്ടുപടിക്കൽ എത്തിക്കൽ, ഇവയെല്ലാം അടക്കം സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള കർമ്മപരിപാടികളെല്ലാം തന്നെ സമയബന്ധിതമായും ഫലപ്രദമായും നടപ്പിലാക്കാൻ സെക്രട്ടറിമാർ മുൻകൈ എടുക്കണം എന്ന് യോഗത്തിൽ സർക്കാർ സേവനങ്ങൾ തങ്ങളുടെ അവകാശമായി പ്രഖ്യാപിക്കാനുള്ള സമഗ്ര നടപടിക്ക് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അതിനായി സേവന അവകാശ നിയമം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഭരണനിർവഹണത്തിൽ സുതാര്യത ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണിത്. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ പറ്റുന്ന പ്രധാന പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, എറണാകുളം മംഗലാപുരം വ്യവസായ ഇടനാഴി, ഇവയുടെ കാര്യത്തിൽ തുറ നടപടികൾ ഉണ്ടാവണം. സെമി ഹൈസ്പീഡ് റെയിൽവേ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയ പദ്ധതിയാണ്. തീരദേശ മലയോര ഹൈവേകളും വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കുക. ഇവയ്ക്കെല്ലാം പ്രാധാന്യം കൊടുത്ത് നീങ്ങണമെന്നാണ് യോഗം കണ്ടത്. പുതിയ പദ്ധതികൾ പൂർത്തിയാക്കാനുമുണ്ട്. നല്ല പ്രാധാന്യത്തോടെ അതത് വകുപ്പുകൾ ഏറ്റെടുത്ത് വേഗതയോടെ ഇത് നടപ്പാക്കാനാവണം. LDF പ്രകടന പത്രികയിൽ പറഞ്ഞവ മുൻഗണനാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതിന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ പദ്ധതികളിൽ നടപ്പാക്കാൻ ബാക്കിയുള്ളവക്കും മുൻഗണന നൽകണം. നമ്മുടെ സംസ്ഥാനത്തിന് ദീർഘമായ കടലോരമാണുള്ളത്. ഓരോ ഘട്ടത്തിലും രൂക്ഷമായ കടലാക്രമണമാണ് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ കടലാക്രമണം തടയാൻ ലോകത്ത് ഏതെല്ലാം അറിവുകളുണ്ടോ അവയൊക്കെ ശേഖരിച്ച് പ്രാവർത്തികമാക്കുന്ന സാധ്യത നാം ആരായേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാകേണ്ട സാമ്പത്തിക സഹായം കൃത്യമായി നേടിയെടുക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതിന് പ്രത്യേക സംവിധാനം എന്തെങ്കിലും വേണമെങ്കിൽ അത് ആലോചിക്കണമെന്നും കണ്ടിട്ടുണ്ട്. LDF പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഇനമാണ് സ്മാർട്ട് കിച്ചൺ. അതിനുള്ള മാർഗരേഖയും ശുപാർശയും സമർപ്പിക്കുവാൻ വനിതാ ശിശു വികസന വകുപ്പ് 3 അംഗ സമിതിയെ നിയമിച്ചു. ഗാർഹിക ജോലിയിൽ ഏർപ്പെട്ട സ്ത്രീകൾക്ക് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കേണ്ട സഹായം, ഗാർഹിക ജോലിയുടെ ഭാരവും കാഠിന്യവും ലഘൂകരിക്കാൻ സ്മാർട്ട് കിച്ചൺ പദ്ധതി നടപ്പാക്കൽ, ഇവ സംബന്ധിച്ച മാർഗരേഖയും ശുപാർശകളും സമർപ്പിക്കാനാണ് 3 അംഗ സമിതി രൂപീകരിച്ചത്.
ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, വനിതാ ശിശുക്ഷേമ വകുപ്പ് സെക്രട്ടറി, ഇവരാണ് സമിതിയിലുണ്ടാവുക. സമിതിയുടെ റിപ്പോർട്ട് 2021 ജൂലൈ 10 സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗാർഹിക അധ്വാനത്തിൽ ഏർപ്പെടുന്നത് മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ്. വീട്ടിലെ ജോലിക്കൊപ്പം പുറമെയുള്ള മറ്റു ജോലികളിലും ഇവർ ഏർപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ വീട്ടിലെ അധ്വാനം നമ്മുടെ സമ്പദ്ഘടനയുടെ ആകെ മൂല്യം കണക്കാക്കുന്ന മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ ഉൾപ്പെടുന്നുമില്ല. ഗാർഹിക അധ്വാനത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകുക, അവരുടെ വീട്ടുജോലി ഭാരം ലഘൂകരിക്കുക എന്നിവയാണ് സ്മാർട്ട് കിച്ചൺ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായുള്ള ഗാർഹിക ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതുൾപ്പെടെ ഈ പദ്ധതിയുടെ ഭാഗമായിരിക്കും. വിഴിഞ്ഞം തീരത്ത് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായപ്പോൾ അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കാനും വിലയേറിയ 8 ജീവനുകൾ രക്ഷിക്കാനും കോസ്റ്റൽ ഗാർഡിനും കോസ്റ്റൽ പോലീസിനും തിരുവനന്തപുരം സിറ്റി പോലീസിനും സാധിച്ചു. കോസ്റ്റൽ ഗാർഡിന്റെ പ്രവർത്തനം പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഈ ഏജൻസികൾക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ ഫാദർ മൈക്കിൾ തോമസിന്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാരും മുന്നിലുണ്ടായിരുന്നു. എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 8823 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 5236 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 39,86,750 രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. 15ാം കേരള നിയമസഭയുടെ ഈ വർഷത്തെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. കോട്ടയം കാഞ്ഞിരപ്പള്ളി തിടനാട് പഞ്ചായത്തിൽ വരാകുലായിൽ സിനിൽ എന്ന കർഷകൻ വിളവായി കിട്ടിയ 250 ടൺ കപ്പ നാട്ടുകാർക്ക് സൗജന്യമായി നൽകി. ഏകദേശം 25 ലക്ഷം രൂപ വില വരും. വയനാട്ടിലെ വെള്ളമുണ്ടയിലെ സ്രോതസ് ഇനീഷ്യേറ്റീവ് എന്ന യുവാക്കളുടെ കൂട്ടായ്മ 1.5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് ലഭിച്ച കപ്പ ആദിവാസി കോളനിയിലെ കോവിഡ് ബാധിതർക്കായി പഞ്ചായത്ത് മുഖേന കൈമാറി. രാങ്കോ സിമന്റ്സ് 1,10,00,000 രൂപയുടെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ KMSCL-ന് കൈമാറിയതായി അറിയിച്ചു. വരവൂരിലെ V1 യുവജന കൂട്ടായ്മ 1/2 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത കപ്പ വീടുകളിൽ വിതരണം ചെയ്തു. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പ്രവാഹം തുടരുകയാണ്.
ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം മന്ത്രിമാരുടെ ശമ്പളത്തിൽ നിന്ന് ഓരോ മാസവും 10,000 രൂപ വീതം ഒരു വർഷം വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് സംഘടന AKGCT നേരിട്ട് നൽകിയതും ശമ്പളത്തിൽ നിന്നുള്ളതും ചേർത്ത് വലിയ തുകയാണ് കാണുന്നത്. 2,85,44,385 രൂപ. കാഞ്ഞങ്ങാട് നഗരസഭ 25 ലക്ഷം. അമേരിക്കയിലുള്ള ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ 2 തവണയായി 18,47,885 രൂപ. പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 12,05,586. നേരത്തെ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞൊരു തുക മാറിപ്പോയി എന്ന് പറഞ്ഞിട്ടൊരു തുക അറിയിച്ചിട്ടുണ്ട്. അത് കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അവര് കൊടുത്തിട്ടുള്ളത് 11,11,111 രൂപയാണ്. നേരത്തെ പറഞ്ഞതിൽ എന്തോ മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കണ്ടല സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 10,90,943 രൂപ. യാക്കോബായ സുറിയാനി സഭ 10 ലക്ഷം. ഖത്തറിലെ വ്യവസായി മിബു ജോസ് 5 ലക്ഷം. വർക്കല ഒറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം. അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം. വർക്കല ചെമ്മരുതി സർവീസ് സഹകരണ ബാങ്ക് 7,40,000. കല്യാശ്ശേരി KPR ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും ജീവനക്കാരും 7,30,988. ഇഞ്ഞിത്താനം ജനതാ സർവീസ് സഹകരണ ബാങ്ക് 6 ലക്ഷം. വാമനപുരം മിതിർമല സർവീസ് സഹകരണ ബാങ്കും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ജീവനക്കാരും 5,45,892. കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ജീവനക്കാരുടെ കൂട്ടായ്മ 5,40,013. മയ്യിൽ ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. കോട്ടയം സർവീസ് സഹകരണ ബാങ്ക് കോട്ടയം മലബാർ ജീവനക്കാരുടെയും ഒരു ഡയറക്ടറുടെയും വിഹിതം ഉൾപ്പെടെ 4,38,000. മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജീവനക്കാർ 4,11,613. തൊടുപുഴ കരിക്കോട് സർവീസ് സഹകരണ ബാങ്ക് 3,36,540. വെൽക്കോ അഞ്ചരക്കണ്ടി ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 2,16,500. തിരുവനന്തപുരം ടെന്നീസ് ക്ലബ് അംഗങ്ങൾ 2,50,000. കോഴിക്കോട് ചെക്കിയാട് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 2,22,840. ഇറ്റലിയിലെ രക്തപുഷ്പങ്ങൾ എന്ന സംഘടന 2,10,000. ചിത്തര കായൽ പാടശേഖര നെല്ലുൽപാദക സമിതി 2 ലക്ഷം. കേരളത്തിലെ ഫിലിം സൊസൈറ്റികളും ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള റീജിയനും ചേർന്ന് ആദ്യ ഗഡു 2 ലക്ഷം. കുമ്മിൾ ഗ്രാമപഞ്ചായത്തിലെ H&B ഗ്രാനൈറ്റ്സ് 2 ലക്ഷം. പുത്തൻകുരിശ് ഗവൺമെന്റ് സർവീസ് സഹകരണ സംഘം 2 ലക്ഷം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ 31 സ്കിൽഡ് അസിസ്റ്റന്റുമാർ 1,89,000. ആലിസ് സ്പ്രിംഗ്സ് മലയാളി അസോസിയേഷൻ 1,60,000.
മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ ന്യൂട്രിമിക്സ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച 1,38,535. കേരള സോഫ്റ്റ് ബോൾ അസോസിയേഷൻ 1,32,000. ഉരള്ളൂർ MUP സ്കൂളിലെ 14 അധ്യാപകർ 1,29,017. കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബുവും കുടുംബവും 1,00,000. സാഹിത്യകാരൻ ഡോക്ടർ NVP ഉണിത്തിരി 1,00,000. റസാഖ് കൊടിയത്തൂർ 1,00,000. മുൻ മന്ത്രി TU കുരുവിള 1,00,000. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് 1,00,000. കോങ്ങാട് വയങ്കരപ്പാടത്ത് സുകുമാരനും ഭാര്യ കമലാക്ഷിയും 1,00,000. വർക്കല ബ്ലോക്ക് റൂറൽ സഹകരണ സംഘം 1,00,000. പാലക്കാട് പോളിടെക്നിക്കിൽ നിന്നും വിരമിച്ച അധ്യാപകൻ നാരായണൻകുട്ടി 1,00,000. ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടോമി പുലിക്കാട്ടിൽ 1,00,000. റോബിൻ വർഗീസ് കല്ലൻ മാർബിൾസ് പുക്കാട്ടുപടി 1,00,000. വെൺമണി ഗ്രാമസേവാ സമിതിയും അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫും 1,00,000. കോഴിക്കോടൻസ് ബേക്കേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് 1,00,000. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസും ഭാര്യ K ഗീതയും പെൻഷൻ തുക 77,107. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി രാജസ്ഥാനിലെ ജയ്പൂരിൽ താമസിക്കുന്ന CPIM അനുഭാവികളുടെ കൂട്ടായ്മ ജയ്പൂർ കോമ്രേഡ്സ് 61,101. അലൈൻ പ്രവാസി സഖാക്കൾ 50,555. മാവേലിക്കര ആക്കനാട്ടുകരയിലെ ഓലിക്കൽ അനീഷ് 50,000. മുൻകാല NGO യൂണിയൻ പ്രവർത്തകൻ മേടയിൽ ബാലചന്ദ്രൻ നായർ 50,000. പബ്ലിക് പ്രോസിക്യൂട്ടർ P സുരേഷ് 50,000. മേപ്പയൂരിലെ റിട്ടയേർഡ് അധ്യാപക ദമ്പതികളായ MB രാജൻ രത്നമ്മ എന്നിവർ 50,000. കണ്ണൂരിലെ പിക്കോസ് ചെയർമാൻ ഉദയകുമാറും ഭാര്യ ധനലക്ഷ്മിയും ചേർന്ന് 50,000. മലപ്പുറം പുത്തനത്താണിയിലെ നവദമ്പതിമാരായ ചാർട്ടേഡ് അക്കൌണ്ടന്റ് പ്രജോഷും വർഷയും 50,000. പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജ് 2007-2011 ബാച്ച് സൗഹൃദ കൂട്ടായ്മ 50,000. കേരള PSC മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് M ഗംഗാധരക്കുറുപ്പ് 50,000. കേരള അയൺ ഫാബ്രിക്കൻസ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ വയനാട് ജില്ലാ കമ്മിറ്റി 50,000. കുട്ടിലങ്കാട് കുഞ്ഞിക്കോരന്റെ മരണാനന്തര ചടങ്ങുകൾ ഒഴിവാക്കി കുടുംബം 50,000. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിരമിച്ച KV അശോകൻ 50,000. വയനാട് സുൽത്താൻ ബത്തേരി താര കോഫി പ്രൈവറ്റ് ലിമിറ്റഡ് 50,000. എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് സെന്റർ സംസ്ഥാന കമ്മിറ്റി 50,000. NHM ഡോക്ടേഴ്സ് ആയുർവേദ കണ്ണൂർ 33,500. SFI കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ഫുട്ബോളർ CK ഉബൈദിന്റെ ജേഴ്സി ഓൺലൈൻ ലേലം ചെയ്ത് ലഭിച്ച 33,333 രൂപ. പാലക്കാട് കൊല്ലങ്കോട് സ്കൌട്ട് മാസ്റ്റർ ശ്രീധരൻ നമ്പൂതിരിപ്പാട്, ഗൈഡ്സ് ക്യാപ്റ്റൻ മിനി S നമ്പൂതിരിപ്പാട് എന്നിവർ ചേർന്ന് 32,000. AIYF വെട്ടക്കൽ മേഖലാ കമ്മിറ്റി 30,786 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. സീമ, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയാണ്. ഒന്ന്, ഈ പ്രവാസികൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. ഇപ്പോ UAE, സൗദി അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ ഇവിടെ നിന്ന് കോവിഷീൽഡ് എടുത്തിട്ടാണ് പോകുന്നത്. പക്ഷെ ആ രാജ്യത്ത് അതിന്റെ പേര് ഓക്സ്ഫോർഡ് അസ്ട്രോസെനേക എന്നാണ്. അതിന് അങ്ങനെ രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർക്ക് അവിടെ ക്വാറന്റൈനിൽ സ്വന്തം ചെലവിൽ കഴിയേണ്ടി വരുന്നുണ്ട്. 1,00,000-ഓളം രൂപ അവർ കയ്യിൽ നിന്ന് സ്വന്തം ചെലവാക്കുന്നുണ്ട്. അതിന് കഴിഞ്ഞ ദിവസം എംബസിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചപ്പോൾ അവർ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം സംസ്ഥാനങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്ത് ചെയ്യാൻ കഴിയുമോ? ഇത് ആ പേരൂടെ രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇത് പ്രതിസന്ധി മറികടക്കാൻ കഴിയൂ. ഇതിപ്പോ ഈ പേര് കൃത്യമായിട്ട് എഴുതിക്കൊണ്ടുള്ള ഒരു നിവേദനം ലഭിച്ചാൽ
അതുമായി ബന്ധപ്പെട്ടുള്ള നടപടി നമുക്ക് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാം. അതിൽ ഇവിടുത്തെ ആരോഗ്യവകുപ്പ് അവിടെ ബന്ധപ്പെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ നമുക്ക് നീക്കാവുന്നതാണ്. അതിൽ പ്രശ്നമില്ല, വലിയ പ്രശ്നമില്ലാതെ പരിഹരിക്കാൻ കഴിയുന്നൊരു കാര്യം മാത്രമായിരിക്കും അത്. ഈ പ്രവാസികളുടെ കാര്യത്തിലാണ് വാക്സിന്റെ കാര്യത്തിൽ വിഷയമുണ്ട്. അത് രണ്ടാം വാക്സിൻ ലഭിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ആദ്യ വാക്സിൻ ലഭിച്ചിട്ട് രണ്ടാം വാക്സിൻ ലഭിക്കാത്തത് കാരണം അവർക്ക് തിരിച്ചു പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. അത് മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ഒന്നാം ഡോസ് വാക്സിൻ എടുത്തവർക്ക് രണ്ടാം ഡോസ് വാക്സിൻ ലഭിക്കുന്നില്ല എന്ന പരാതി ചില സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള ഒരു പരാതിയാണ്. അതൊക്കെ ഈ അവസാനം പറഞ്ഞതിന് ഒഴികെയുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തും വിശദമായിട്ട് പറഞ്ഞതുമാണ്. അതിൽ പ്രവാസികൾക്ക് മുൻഗണന കൊടുത്തിരിക്കുന്നു എന്നത് നേരത്തെ വ്യക്തമാക്കിയതാണല്ലോ. രണ്ടാമത്തെ ഡോസ് നൽകുന്നതിനും അതിന് സന്നദ്ധതയുണ്ട്. ഒരു പ്രശ്നം ഉള്ളത് ഈ കോവിഷീൽഡ് നിശ്ചിത ദിവസം കഴിഞ്ഞാണ് നൽകേണ്ടത്. ആ നിശ്ചിത ദിവസം കഴിഞ്ഞ് നൽകുമ്പോൾ ഇവർക്ക് ചില പ്രശ്നങ്ങൾ വരും പ്രവാസികൾക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ആ പ്രശ്നം പരിശോധിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനെങ്ങനെ പരിഹാരം കാണാൻ പറ്റുമെന്നുള്ളത് അവര് വിദഗ്ധ സമിതിയുമായിട്ടൊക്കെ ആലോചിച്ച് കാര്യങ്ങൾ നീക്കും. ഏതായാലും പ്രവാസികൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. രണ്ടാമത്തെ പ്രശ്നം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചെയ്തു, അവർക്ക് കിട്ടിയില്ല, ഇപ്പൊ കിട്ടുന്നില്ല. അതുകൊണ്ട് അവിടെ രണ്ടാമത്തെ ചെയ്യാനില്ല. അവിടെ ഒന്നാമത്തെ ചെയ്തു എന്നത് ഒരു ഒന്നാമത്തെ ചെയ്തതായിട്ട് കണക്കാക്കും. രണ്ടാമത്തത് അവരെ കയ്യിലില്ലെങ്കിൽ ഈ അർഹതയുള്ള വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. വാക്സിൻ വിതരണ കേന്ദ്രങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക ക്യൂ ഉണ്ടാകുമെന്ന് പറഞ്ഞു നേരത്തെ, പക്ഷെ പലയിടത്തും അതില്ല. അതുപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് അവർക്കും പ്രത്യേക ക്യൂ ഇല്ല. അവർക്ക് ഒരുപാട് സമയം ക്യൂവിൽ നിൽക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്, അറിയാവുന്നതാണല്ലോ. അതിനെന്തെങ്കിലും പരിഹാരം? അത് ഈ വാക്സിൻ ലഭ്യമാക്കുന്ന സ്ഥലത്ത് കൃത്യമായ ചില ക്രമീകരണങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് ആദ്യമേ തന്നെ ചില നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ ആ നിർദ്ദേശം പൂർണ്ണമായിട്ട് ഫലസിദ്ധിയിലായിട്ടില്ല. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഈ വിദേശ രാജ്യങ്ങളിൽ പഠിച്ചിട്ട് വന്നിട്ടുള്ള ഡോക്ടേഴ്സ് ഇവിടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയിട്ട് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷ ആളുകൾക്കും വാക്സിനേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിൽ എന്തെങ്കിലും ഒരു മുൻഗണന കൊടുക്കുമോ? അത് നമ്മുടെ ആരോഗ്യ രംഗത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വാക്സിനേഷൻ നൽകുക, അതിന് മുൻഗണന കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ നയമായിട്ട് എടുത്തിട്ടുള്ളത്. അതില് വിദേശത്ത് പഠിച്ചവരോ ഇവിടെ പഠിച്ചവരോ എന്നുള്ള വ്യത്യാസമില്ല. ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മുൻഗണന കൊടുക്കുക എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. എക്കാലമായതിനാൽ ഈ ദിവസമെങ്കിലും ഒന്ന് തുറക്കുന്നതിന് ഒറ്റത്തവണയായിട്ട് അനുമതി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കേണ്ടത് സാധനങ്ങൾ മാറ്റുന്നതിനും വൃത്തിയാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അത് എന്തെങ്കിലും ആക്രി സാധനങ്ങൾ കട ആർട്ടിസാനം അവർക്ക് ഈ സാധനത്തെയും പൊളിച്ച വാഹനങ്ങളതായാലും പേപ്പറുകളും പഴയത്, അപ്പൊ അത് വൃത്തികേടായി കിടക്കുന്നു. അതൊന്ന് കയറ്റി വിടുന്നതിനും ഒന്ന് വൃത്തിയാക്കി വെക്കുന്നതിനും മാത്രം 2 ദിവസം മാത്രം ഒരു അനുമതി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ആ മേഖലയിൽ നിന്ന് ആവശ്യം വരുന്നുണ്ട്. പരിശോധിച്ച് നോക്കാം എന്താ. ഈ AKGയുടെ പേരിലുള്ള ഒരു സഹകരണ സ്ഥാപനമാണ് ഇന്ത്യൻ കോഫി ഹൗസ്. കഴിഞ്ഞ ഈ നമ്മുടെ ഒന്നാമത്തെ ലോക്ക്ഡൌൺ മുതൽ അവിടെ ഏതാണ്ട് 3000-ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുകയാണ്. അപ്പൊ അവർക്ക് ആ സമയം തൊട്ടേ തന്നെ അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. ഇപ്പം രണ്ടാം ലോക്ക്ഡൌണിന് മുമ്പ് വീണ്ടും അവർ തുറന്ന് തുടങ്ങിയതാണ്. പക്ഷെ വീണ്ടും ഇപ്പൊ അടയ്ക്കുന്ന സ്ഥിതിയാണ്. 1 വർഷത്തിന് മേലെ അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടലുണ്ടാവും? അവർ മറ്റു ജോലികൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പം നിലവിലുള്ളത്. ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സിഎം അതിനകത്തുനിന്ന് ഇടപെടുമോ? ഇതില് 2 കോഫി ഹൗസുകൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതില് ഏത് കോഫി ഹൗസാണ് ഈ പറയുന്ന ഗണത്തിൽപ്പെട്ടത്? ഇന്ത്യൻ കോഫി ഹൗസ്. അത് ഇന്ത്യൻ കോഫി ഹൗസ് കണ്ണൂര് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. തൃശ്ശൂർ ഞാൻ പറഞ്ഞു വരികയാണ്. അത് ഭംഗിയായി നടന്നു പോവുകയാണ്. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. തൃശ്ശൂരിലെ കോഫി ഹൗസിൽ, തൃശ്ശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കോഫി ഹൗസിൽ എന്താണ് പ്രശ്നമെന്നത് നമുക്ക് പരിശോധിക്കാം. അത് ലേബർ വകുപ്പിനോട് പരിശോധിക്കാൻ പറയാം. ഈ ലോക്ക്ഡൌൺ ആരംഭിച്ചതിന് ശേഷം പലർക്കും ഉണ്ടായിരിക്കുന്ന ഒരു ആശങ്ക, അവർക്ക് ഈ ലോൺ തിരിച്ചടവ് പലർക്കും നടക്കുന്നില്ല. അപ്പൊ ബാങ്കുകൾ പലതും ഈ സിബിൽ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് പലയിടത്തും ലോണുകൾ തിരിച്ചടക്കുക. അപ്പൊ അവരുടെ ലോൺ തിരിച്ചടവ് മുടങ്ങുമ്പോൾ സിബിൽ സ്കോർ താഴും. അപ്പൊ ഈ ഒരുപാട് പേരുടെ ഒരു ആവശ്യം, ഈ ബാങ്കുകളോട് എന്തെങ്കിലും ഒരു അഭ്യർത്ഥന സംസ്ഥാന സർക്കാരിന് നടത്താൻ കഴിയുമോ? ഈ തൽക്കാലത്തേക്കെങ്കിലും കുറച്ചു നാളത്തേക്ക് ഈ
വ്യവസായങ്ങളൊക്കെ ഒന്ന് നന്നായി വരുന്നത് വരെ, അല്ലെങ്കിൽ അവരുടെ ആളുകളുടെ ഇതൊന്ന് ശരിയായി വരുന്നവരെ ഒന്ന് നടത്തുവാൻ കഴിയുമോ എന്നൊരു അഭ്യർത്ഥന പല ഭാഗങ്ങളിൽ നിന്നായി മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് ഫോൺ കോളുകളായി വരുന്നുണ്ട്. അല്ല, അതാണല്ലോ നേരത്തെ നമ്മൾ നടത്തിയത്. ഈ കാര്യത്തില് ബാങ്കുകളെ നേരിട്ട് വിളിച്ച് അഭ്യർത്ഥിക്കുകയല്ല ചെയ്തത്. ബാങ്കുകളോട് പറയാൻ ആധികാരികതയുള്ള കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ നമ്മൾ ഈ പ്രശ്നം കൊണ്ടുവന്നു. എന്നിട്ട് ഇതിന് മൊറട്ടോറിയം കൊടുക്കണം എന്ന് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടു. അതിന്റെ നടപടി നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ബാങ്കുകാരെ നമ്മൾ വിളിച്ചൊരു അഭ്യർത്ഥന നടത്തുന്നതിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമുക്ക് പരിശോധിക്കാം. CMA കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി വാക്സിനേഷൻ നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പലർക്കും ഈ സെന്ററുകളിൽ എത്താൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നീടുള്ള ഈ പഞ്ചായത്തുകളിലെ ഈ കിടപ്പ് രോഗികളുമായി ബന്ധപ്പെട്ട പാലിയേറ്റീവ് കെയർ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കിപ്പോ ഈ മരുന്ന് വാങ്ങുന്നതിനുള്ള ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൽ സാധാരണ നിലക്ക് നമ്മുടെ രോഗികളായിട്ടുള്ളവര് കഴിയുന്ന കേന്ദ്രങ്ങള്, അവശരായിട്ടുള്ളവര്, അവിടങ്ങളിൽ അവർക്ക് വാക്സിൻ എത്തിക്കുക എന്നതിന് ഇപ്പൊ തന്നെ ആരോഗ്യവകുപ്പ് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വയോജന കേന്ദ്രങ്ങള്, അവിടങ്ങളിലൊക്കെ വാക്സിൻ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റേ പ്രശ്നം എന്താണെന്ന് പരിശോധിക്കുക. ഈ സ്മാർട്ട് കിച്ചന്റെ ഭാഗമായി വീട്ടമ്മമാർക്ക് ഗാർഹിക ഉപകരണങ്ങൾ നൽകുന്ന കാര്യം ഇപ്പൊ CM പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് നടപ്പിലാക്കുക? സബ്സിഡിയായി നൽകുകയാണോ, ലോൺ അനുവദിക്കുന്നതാണോ, അതോ ഈ സാമ്പത്തിക സ്ഥിതി അടിസ്ഥാനത്തിൽ സൗജന്യമായി നൽകുന്നതാണോ? അത് സംബന്ധിച്ച് വിശദമായ രൂപരേഖയായിട്ടുണ്ടോ? അല്ല, അതല്ലേ ഇവര് പഠിച്ച് റിപ്പോർട്ട് തരേണ്ടത്. ആ റിപ്പോർട്ട് അവർ തരട്ടെ, എന്നിട്ട് നമുക്ക് പരിശോധിക്കാം എന്താണെന്നുള്ളത്. CM ഇപ്പൊ പല സ്കൂളുകളിലും ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ 1-ാം തീയതി സംസ്ഥാന സിലബസിലുള്ള സ്കൂളുകളിലും ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങാണ്. ഇപ്പോ പുസ്തകങ്ങൾ, നോട്ട്ബുക്കുകൾ ഉൾപ്പെടെയുള്ള സ്റ്റേഷനറി സാധനങ്ങളൊന്നും കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പോ അത്തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് പരിമിതമായ തോതിലെങ്കിലും തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു അനുവാദം നൽകുമോ? അത് ഗൗരവമായ ഒരു പ്രശ്നമാണ്. ആ സ്റ്റേഷനറി കടകൾ നിശ്ചിത സമയം തുറന്നു വെക്കുന്നതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. CM ഈ അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ, അവര് ഈ അൺഎയ്ഡഡ് സ്കൂളുകൾ കൃത്യമായി ഫീസ് പിരിക്കുന്നുണ്ട്, പക്ഷെ കൃത്യമായിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ട്. സർക്കാരിന്റെ ശ്രദ്ധയിലൊന്ന് പെടുത്തണമെന്നും പറഞ്ഞ് പല ആൾക്കാരും വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലോക്ഡൌൺ നീട്ടാനുള്ള സാഹചര്യം നിലവിലുണ്ടോ? അതോടൊന്ന് CM സൂചിപ്പിക്കും. അല്ല, ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിച്ചാൽ ലോക്ഡൌൺ അവസാനിക്കാറായി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി 2 ദിവസം കൂടി ഉണ്ടല്ലോ, 30-ാം തീയതി വരെയാണല്ലോ. അപ്പോ അതിനടുത്ത ദിവസം നോക്കിയിട്ട് നമുക്ക് ആ കാര്യം തീരുമാനിക്കാം എന്താണെന്നുള്ളത്. ഏതായാലും ഇത്തരം കാര്യങ്ങളില് പൊതുവിൽ നമ്മൾ ആദ്യം പ്രാമുഖ്യം നൽകുന്നത് കോവിഡ് വ്യാപന നിയന്ത്രണത്തിനാണ്. അതിനാവശ്യമായ നടപടികളിൽ ഇളവ് വരുത്താൻ പറ്റില്ല. എന്നാൽ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിന് ഏതെല്ലാം മേഖല തുറന്നു കൊടുക്കാൻ പറ്റും, ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അതിനും പ്രാമുഖ്യം കൊടുക്കുക തന്നെ ചെയ്യും. ആ തരത്തിൽ നമുക്കത് ഒരു സമതുലിതാവസ്ഥയിൽ പോകാം. ഇപ്പൊ ഈ ഫയൽ തീർപ്പാക്കലിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഈ ഏറ്റവും കൂടുതൽ ഫയലുകൾ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന കോടതി വ്യവഹാരങ്ങളിൽ പെട്ടിട്ടാണ്. വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് ഫയലുകൾ തീർപ്പാക്കാതെ കിടക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന്റെ പ്രത്യേക ഡ്രൈവ് നടത്തോ? അതുപോലെ തന്നെ പല ഫയലുകളും വിവിധ ഓഫീസുകളിലേക്ക് പോകുമ്പോൾ ഒരു ഫയലിന് 2, 3, 4 നമ്പറുകൾ വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇരട്ടിപ്പുകൾ ഫയലിന്റെ എണ്ണത്തിൽ വരുന്നില്ല. അത് പരിഹരിക്കുന്നതിന് എന്താ ശാസ്ത്രീയമായ സമീപനം കൂടി ഇതിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കോടതികളുടെ കാര്യത്തില് നമുക്ക് പെട്ടെന്ന് ഇടപെട്ടൊരു നിലപാടെടുക്കാൻ കഴിയില്ല. എന്നാൽ കോടതികൾ തന്നെ ആ പ്രശ്നം ഗൗരവമായി കാണുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന കേസുകൾ പരിഹരിക്കുന്നതിന് നല്ല മുൻകൈ വിവിധ കോടതികൾ എടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പലപ്പോഴും ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയതായിട്ടറിയാം. ഫയലുകള് പെരുകുന്നത് ഈ ഒരു ഫയലിന് വിവിധ നമ്പറുകൾ വരുന്നത് കൊണ്ടല്ല, കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തന്നെയുണ്ട്. കഴിഞ്ഞ 2019 2 തവണ ഫയൽ തീർപ്പാക്കൽ യജ്ഞം നടത്തിയപ്പോൾ നല്ല പുരോഗതി അതിലുണ്ടായിട്ടുണ്ട്. ആ അനുഭവം വെച്ചുകൊണ്ടാണ് എല്ലാ ഘട്ടത്തിലും ഇത് ശ്രദ്ധിച്ചു പോകണം, ഫയലുകൾ കെട്ടിക്കിടക്കരുത് എന്ന് പറഞ്ഞത്. നല്ല പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അത് ആ നിലയിൽ തന്നെ തുടരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. CM ഈ തീരസുരക്ഷയ്ക്കും ഈ കടൽ സുരക്ഷയ്ക്കും ഈ വകുപ്പുകളുടെ ഏകോപനം ഇപ്പോ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ തീരം അതിർത്തി സംരക്ഷിക്കുന്ന പോലെ തന്നെ കേന്ദ്രത്തിന്റെ ഒരു സഹായത്തോടു കൂടി ഈ തീര സംരക്ഷണം, അപ്പൊ അതിന് എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും നടപടി ഉണ്ടാവും? അതിന് അതിവിപുലമായ പദ്ധതിയാണ് വേണ്ടത്. കാരണം 600 കിലോമീറ്ററോളമുള്ള ഒരു തീരമാണല്ലോ നമുക്ക് ഉള്ളത്. അത് പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. അതിന് പ്രാധാന്യം